അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് രണ്ട് ഇംഗ്ലീഷ് ടീമുകളും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആർസണൽ 1-0 ബയണിനെതിരെ പരാജയപ്പെട്ടു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി പെനാൽറ്റിയിലൂടെ റയലിനോട് തോൽക്കുകയും ചെയ്തു. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റയൽ വേഴ്സസ് സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. റയലിനെ പറ്റിയിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് UCL റയലിന്റെ പെർഫോമൻസ് നമ്മളൊക്കെ കാണുന്നതാണ്. അവർ UCL രാജാക്കന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയില്ല. കാരണം ലിവർപൂളിനെതിരെയുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് കണ്ടിട്ടുണ്ട്. 2 സീസൺ മുമ്പ് സിറ്റിയെ തന്നെ പരാജയപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇന്ന് മറ്റൊരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ റയലിന് സാധിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കളി മൊത്തം ഡോമിനേറ്റ് ചെയ്തത് സിറ്റി തന്നെയാണ്. 33ഓളം ചാൻസുകൾ സിറ്റി മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സിറ്റിക്ക് കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും. അപ്പൊ കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നല്ല ഇന്റൻസിറ്റിയോടെ പ്രസ് ചെയ്യുന്നു, ബോൾ റിക്കവർ ചെയ്യുന്നു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ സിറ്റി ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത് റയലിനെയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് റോഡ്രിഗോക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, പുള്ളി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നു. ഇത് എഡേഴ്സൺ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്ന മറ്റൊരു പന്ത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാൻ റോഡ്രിഗോക്ക് സാധിച്ചു. അങ്ങനെ 12ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് റയൽ എത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു റിയൽ മാഡ്രിഡിന്റെ ടീമിനെയാണ്. എനിക്ക് തോന്നുന്നു കാർലോ അൻസലോട്ടി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെ പ്ലേയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓപ്പർച്യൂണിറ്റികൾ വരുന്നു, ക്രോസുകൾ വരുന്നു. എന്നാൽ മിഡ്ഫീൽഡിൽ നിന്ന് തീരെ സ്പേസ് കൊടുക്കാതെ കോമ്പാക്റ്റ് ആയിട്ട് നിന്നിട്ട് പല ഓപ്പർച്യൂണിറ്റീസും റയൽ ഡിഫെൻഡ് ചെയ്തു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഫോർഡൻ ഉണ്ടായിരുന്നു, ഹാലൻഡിന് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ റയല് ഗല്ലറിലേക്ക് മടങ്ങി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ഇന്റൻസിറ്റി ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ സിറ്റിക്ക് സാധിച്ചു. അവസാനം കെവിൻ ഡിബ്രോയിൻ തന്നെ വേണ്ടി വന്നു. പുള്ളി ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കിടിലം ഗോളിലൂടെ 1-1 സിറ്റിയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ട് വന്നു. അഗ്രിഗേറ്റിൽ 4-4 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷേ 90 മിനിറ്റ്സ് ആയിട്ടും കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ സിറ്റിക്ക് കഴിഞ്ഞില്ല. റയലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ 8 ചാൻസുകൾ മാത്രമേ റയലിന് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ 3 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു, 1 ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ഒഫൻസീവ്ലി വലിയ പെർഫോമൻസ് ഒന്നും റയലിന്റെ സൈഡിൽ നിന്ന് വന്നില്ല. എന്നാൽ ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് ആയിട്ടുള്ള ഒരു കണ്ടെയ്ൻ ആയിട്ടുള്ള പെർഫോമൻസ് റയലിന്റെ സൈഡിൽ നിന്ന് കാണുകയും ചെയ്തു. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി. സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ മോഡ്രിച്ച് വന്നു, ഡോക്കിനെ കൊണ്ടുവന്നു. അങ്ങനെ ചില ചേഞ്ചസ് ഒക്കെ 2 ടീമുകളും വരുത്തി. അപ്പൊ ഡോക്ക് വന്നതിന് ശേഷം ലെഫ്റ്റ് വിങ്ങിലൂടെ 1-2 കിടില മൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് എൻഡ് പ്രൊഡക്റ്റ് ഇല്ലാതെ പോയി എന്നുള്ളത് വാസ്തവമാണ്. കാരണം പുള്ളി കൊടുത്ത ക്രോസ് ഒന്നും കണക്ട് ചെയ്യില്ല, 1-2 ക്രോസുകൾ പുറത്തേക്ക് പോയി. അങ്ങനെ എക്സ്ട്രാ ടൈമിലും 2 ടീമിന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. കളി പെനാൽറ്റിയിലേക്ക് പോവുകയും ചെയ്തു. പെനാൽറ്റിയിലാണ് അൾട്ടിമേറ്റ് ഡ്രാമ നടക്കുന്നത്. കാരണം ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വരുന്നത് മോഡ്രിച്ച് ആണ്. ഈ വെറ്ററിന്റെ ഷോട്ട് വളരെ കൃത്യമായിട്ട് എഡേഴ്സൺ സേവ് ചെയ്യുന്നു. അതോടുകൂടി എനിക്ക് തോന്നി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, സിറ്റി ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നീട് അടിച്ച 2 ഷോട്ടുകൾ, ബെർണാഡോ സിൽവയുടെ പെനാൽറ്റിയൊക്കെ വൻ ഷോകായിരുന്നു. പുള്ളി എന്താണ് കാണിച്ചതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കാരണം വളരെ സ്പീഡൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഗോൾ കീപ്പറെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത പോലെയാണ് ആ ഒരു പെനാൽറ്റിയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് വന്ന കോവച്ചിനായാലും പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 മിസ്സോടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ റയലിന്റെ പ്ലേയേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഗോൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. റൂഡിഗറുടെ അവസാന ഷോട്ടോടെ മാഡ്രിഡ് പെനാൽറ്റി ഷൂട്ടിൽ വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇങ്ങനെയൊരു തോൽവി അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോ എക്സ്ട്രാ ടൈമിലോ 90 മിനിറ്റ്സിനുള്ളിലോ സ്കോർ ചെയ്യാൻ പറ്റാഞ്ഞതാണ് ഈ ഒരു തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സെമി ഫൈനലിൽ ബയൺ മ്യൂണിച്ചും റയൽ മാഡ്രിഡുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
Bye for now.